അടുക്കളയിലോട്ട് വെച്ചേരെ, നമ്മുടെ കമലാസൻ എഞ്ചിനീയർ കൊണ്ടുവന്നതാ. മക്കളേന്ന് ഡേവിസിന്റെ ബാൻഡാ തകർക്കുക. താറാവ് പാല് പിഴിയാണോ പെരട്ടുവാണോ? ദീനാമേ ഒന്നും പറഞ്ഞില്ല. താറാവ് എഞ്ചിനീയർ സാറിന് എന്നതാ വേണ്ടേ? നീ അതും കൊണ്ട് വീട്ടിൽ പോ, ഇത് ഞാൻ പറഞ്ഞു കൊടുക്കാം. കമലാസൻ എഞ്ചിനീയറെ, ഇത് ഇപ്പോഴത്തേക്കുള്ളതല്ല, ഇന്ന് രാത്രിത്തേക്ക് പോ. വെള്ളത്തിലും കരയിലും കിട്ടുന്ന സകല ജീവജന്തുക്കളെ പൊരിച്ചും കറി വെച്ചും മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ബാക്കിയുള്ളത് തൊഴിക്കുന്ന കറവ് പശു, അതിന്റെ അമിട് വെട്ടി ചക്കയിട്ട് ഒലത്തട്ടെ. പിന്നെ അല്ലാണ്ടാ എന്നായി എന്റെ എഞ്ചിനീയർ സാറേ, അവനൊരു തമാശ പറഞ്ഞു തരുമോ? സാറിഞ്ഞ് വന്നാട്ടെ. മാതാ, അവനില്ലേ ആ സോളമൻ, ഇവളുടെ പുറകെ നടക്കുന്ന അലവലാതി. അവൻ ഉടുപ്പും കളസൊക്കെ തപ്പിച്ചേ തട്ടുമ്പോളോട്ട് ചെന്നെന്ന് അച്ഛൻ വിടുവോ? അപ്പൊ തന്നെ പുറത്തിറക്കി. അപ്പച്ച, സോളമനെ പറ്റി അനാവശ്യം പറയരുത്. മുളക് കലക്കി ഞാൻ മുഖത്തൊഴിക്കും. സോളമന്റെ ആരാടി? ഇച്ചായ, ഒരു കട്ട്ലറ്റ് ഇടട്ടെ? ചോദിച്ചത് കേട്ടില്ലേ? സോളമൻ നിന്റെ ആരാന്ന്? ഞാൻ കെട്ടാൻ പോകുന്ന എന്റെ ചെറുക്കൻ. എന്നതാ മാതജ കൊഞ്ചിച്ചിങ്ങനെ വഴി കൊടുക്ക. ദിനാമോ ഇച്ചിരി പോത്തിറച്ചിങ്ങട്ടെ. അയ്യോ അമ്മച്ചി, ഞാനൊരു തമാശ കാണിച്ചതല്ലേടാ പൂസേ. നിനക്ക് എന്നോട് പഴയ സ്നേഹം കൊണ്ടുവന്ന് അമ്മച്ചി പരീക്ഷിച്ചതല്ലേടാ. എന്താണ് നോക്കിയിരിക്കുന്നത്? 2 ലക്ഷം താറാവും ഒരു വട്ടാൻ കൊടുത്തോണ്ടോ ഓടി. എന്നാൽ ഇത് കുറച്ച് കടന്ന കയ്യായി പോയി. ചങ്ങനാശ്ശേരിക്കാരി നിന്റെ പേരും പറഞ്ഞ് ഇളയപ്പൻ ഇന്നലെ എന്നെ തല്ലിക്കൊന്നില്ല എന്നേ ഉള്ളൂ. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സോളമ. നിനക്ക് നിന്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ? ഒരുപാട് കാലത്ത് ആഗ്രഹം ഒന്ന് ബാൻഡി വായിക്കണമെന്ന്. വല്യച്ഛൻ എന്നോട് വായിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ കൈ വിറച്ചു. എന്നെ തട്ടിൻ്റെ പുറത്തുനിന്ന് ഇറക്കി വിട്ടു. ഞാൻ തയ്ച്ച കുപ്പായിട്ട് അവിടെ നിൽക്കുന്ന അവനാ ആ വിഷക്കോല്. വായിക്കാൻ പറ്റിയില്ലെങ്കിലേ കണക്കായിപ്പോയി. എന്റെ ജനലിന്റെ താഴെ നിന്ന് ഊതാനല്ലാതെ 4 ആള് കുടുംബം വായിക്കാൻ നിനക്കെന്താ പറ്റാത്തേ? എല്ലാം അറിഞ്ഞിരുന്നതുകൊണ്ട് നീ തന്നെ ഇത് പറയണം. ലാർനെറ്റ് എടുത്ത ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ അപ്പം മുങ്ങിത്താഴുന്ന കാഴ്ച എൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റും, കൈയും കാലും വിറയ്ക്കും. എസ്തപ്പാൻ അച്ഛന്റെ മോനാന്ന് പറയാൻ നാണമില്ലല്ലോ. ഇതെല്ലാം കളഞ്ഞേച്ച് നീ വേറെ വല്ല പണിക്കും പോകുന്നതാ നല്ലത്. ഓ, മര്യാദയ്ക്ക് ഞാൻ അച്ഛൻ പോയതല്ലേ? തടഞ്ഞ നീയാണ്. അന്ന് തടഞ്ഞെങ്കിലേ അത് ഇഷ്ടമുള്ളോണ്ടായിരുന്നു. പക്ഷെ ഇനി ഇങ്ങനെ പിള്ള കളിച്ചാലേ ഒരു ദിവസം ഞാൻ ഇട്ടേച്ചങ്ങ് പോവും. കണ്ട നാട്ടുകാർ ജയിച്ചെന്റെ ആർപ്പുളിയാ. നീ ഇനി ഇവിടെ നിന്ന് സമയം കളയണ്ട. വേഗം പോയി ഈ പീപ്പിയും കുഴലൊക്കെ തുടച്ച് തട്ടിന്റെ പുറത്ത് കയറ്റി വെക്ക്. വട്ടയപ്പോ കൊണ്ടുപോയി അമ്മച്ചിക്ക് കൊടുക്ക. എങ്ങനെ വായിച്ചോണ്ടിരുന്ന ബാൻഡാ ഇപ്പൊ അതാ കൊല്ലം കൊല്ലം തോക്കുക വഴിപാട് പോലെ. ഇന്നാ മോന്തിക്കോ, നിന്റെ അണ്ണാക്കിലോട്ട് ഒരു കുത്തു തരൂ. ഇനി 2 കിലോ പോർക്കറത്തി മിണിങ്ങിട്ടിരിക്കോ. പണ്ടാറം തോറ്റ് തുന്നപാടി വന്നിരിക്കുവോ. കർത്താവേ, ചങ്ക് തകർന്നിട്ടാ. കുഴലിനകത്തൂടി വായിക്കല്ല, കരയുവോ.
വള്ളം ചെറുതല ഷാപ്പിലോട്ട് കൊണ്ടാ ഇന്നോമാരെ പൊളിച്ചടുക്കിട്ടുള്ള കാര്യം. നിർത്തടാ, എന്നാലും തല്ലി തോപ്പിക്കണ പട്ടികളെ. തിണ്ണമിടുക്ക് കാണിക്കാൻ ആർക്കും പറ്റും. തല്ലാനാണെങ്കിൽ അക്കരയിലോട്ട് വേണം. അവിടെ ഞങ്ങൾക്കും ഉണ്ട് ആൾക്കാര്. തല്ലണമെങ്കിൽ അക്കരയൊന്നല്ല, നിന്നെ നിന്റെ കെട്ടിയോൻ ഡേവിസിനെ തൊമ്മേലിലെ വിട്ടൊന്ന് തല്ലുപടി കാണുന്നതിനൊക്കെ. എന്നാ തല്ലണോ? ഈ ആവേശമൊക്കെ വായനെ കാണിക്കണായിരുന്നു. മാറി നിൽക്കടാ. എന്നെ വായിക്കാൻ പഠിപ്പിച്ച നിന്റെ അപ്പൻ കൊച്ചുലോനപ്പൻ മുപ്പര് ഈ ക്ലാരിനെറ്റ് കയ്യിലെടുത്തെന്ന് ആദ്യം പറഞ്ഞെന്താണെന്നറിയോ? എടാ ലൂയി, ദൈവം മണ്ണെടുത്തൂതി മനുഷ്യനുണ്ടാക്കി, അതിന് ജീവൻ വെപ്പിച്ചതുപോലെ സംഗീതം. ഓരോ തവണ നമ്മൾ ശ്വാസം കൊടുക്കുമ്പോഴും ഈ ക്ലാരിനെറ്റിന് നമ്മൾ ജീവൻ കൊടുക്കുവാണ്. നല്ല വായനക്കാരന്റെ മുമ്പിൽ ജയം തോൽവിയില്ല, സംഗീതം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സംഘത്തിലുള്ളവരെ ഇറക്കുകയെന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ചോണയുണ്ടേ അവരെ ഒന്ന് തോപ്പിക്ക്, എന്നിട്ട് മതി വലിയ വർത്താനം. ഈ വർഗീസ് ബാൻഡിന് ഒരു 50 കൊല്ലം മുക്കിയാലും പുണ്യാളന്റെ പേരിലുള്ള കപ്പ് എന്റെ അപ്പൻ തൊമ്പേനി കൊച്ചിലോനപ്പന്റെ മാനയിട്ട ഫോട്ടോയുടെ മുന്നിൽ തന്നെ ഇരിക്കും. ഇത് ഡേവിസാ പറയുന്നേ. ഇത്തവണ ജയിച്ചെന്ന് വിചാരിച്ച നീ തുള്ളണ്ടടാ. അടുത്ത കൊല്ലത്തെ ബാൻഡ് വരട്ടെ, കാണിച്ചു തരടാ ഞങ്ങള്. ഇങ്ങനൊരു ബാൻഡിന് വർഷമൊഴുക്കെ ചോര വെള്ളാക്കി പിടിപ്പിച്ച് തട്ടേ കയറ്റുന്നതിലും ഭേദം ഈ കായലിറങ്ങിന്ന് വളി വിടുന്നതാ. 2 കൊമളെങ്കിലും പൊന്തി വന്ന് ടേ ടേ എന്ന് പൊട്ടു. ഓട്ടും കുപ്പായും കുഴലും കുണ്ടാമണ്ടിയൊക്കെ തട്ടിന്റെ മേലെ കൊണ്ടുവച്ചേരെ. ഞാൻ പറയാതെ ഞാൻ അതേലേ ഒരുത്തിനും തൊട്ടുപോരുത്. ഈ തെരുതല തനി കൊടനി അറിയൂടാ. അച്ചോ, ബാൻഡ് ജയിച്ചു വന്നപ്പോ ഞങ്ങളുടെ മുന്നിൽ നിന്നത് ലൂയി പാപ്പനും എസ്തപ്പാനാശാനും ഒക്കെയാണ്. ബോട്ട് മുങ്ങി ബാൻഡിലുണ്ടായിരുന്ന 4 പേരും എന്റെ ഏറ്റായുടെ കെട്ടിയുള്ള മോളമ്മയും മരിച്ചപ്പോ മുങ്ങി താണത് നമ്മുടെ ബാൻഡും കൂടാണ്. അതത്ര നിസ്സാരമായി കാണാൻ പറ്റില്ലല്ലോ. ഈ കഥ കാലാകാലങ്ങളായി ഞങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്നതാ. പള്ളി ബാൻഡിന്റെ കാര്യത്തിൽ ഇത്തരം ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായ സ്ഥിതിക്ക് ബാൻഡിനെ തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വോട്ടെടുപ്പാവാം. അതിനു മുമ്പ് ഇതിനൊരു മറുപടി പറയട്ടെ. വായിക്കുമ്പോ മിണ്ടായിരിക്കുന്ന പോലെ പള്ളി കമ്മിറ്റി കൂടി ചോദിക്കുമ്പോ വടി പിടിക്ക് നിൽക്കാൻ വിചാരിക്കണ്ട. ഞങ്ങൾക്ക് ഉത്തരം വേണം. ഈ കുമരങ്കരി വിശുദ്ധ ഗീവർഗീസ് ബാൻഡിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു കാലുണ്ടായിരുന്നു. അക്കാലത്ത് ബാൻഡ് പള്ളിക്ക് തന്നിട്ടുള്ള ഒരു മനം ചില്ലറയല്ല. അന്നൊക്കെ ക്ലാരിനെറ്റിന്നൊരു കീ പോയാ പകരം പുതിയതൊന്നാ. ആർക്കെങ്കിലും വായിക്കാൻ ഒരു ഏനക്കേട് വന്നാ പകരം പുതിയൊരാളാ. അന്നത്തെ പള്ളി ബാൻഡിന്റെ നല്ല കാലം ഇപ്പൊ അക്കരെ മാർത്താമറിയം ബാൻഡിനാ. പള്ളി ബാൻഡ് വായിക്കുന്ന പലരും ഇപ്പൊ എങ്ങനെ ജീവിക്കുന്നെന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്ന വെളുത്ത തോമയും കൊച്ചകത്തിയും അക്കരെ പോയി പുരവെച്ച് അവരെ ബാൻഡിൽ ചേർന്നത് പട്ടിണി കൊണ്ടാ. കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി ഗിവറീസ് ബാൻഡിനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പള്ളി തന്നെയാണ് അച്ചോ. ഇതിൽ കൂടുതൽ വിസ്തീർണം ഈ കാര്യത്തിൽ എനിക്കില്ല. ബാൻഡ് പിരിച്ചുവിടുന്നുള്ള ഇവിടെ ഇരിക്കുന്നവരുടെ അഭിപ്രായം ഞായറാഴ്ച കുർബാനയ്ക്ക് അച്ഛൻ പള്ളി പറയണം. ഇടവകയിലുള്ളവർക്കും ഇതേ അഭിപ്രായമാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. വാടാ. എന്താ പാപ്പ, ഇതിപ്പോഴും പൂർത്തിയാക്കാതെ പാതി വഴിക്ക് വെച്ച് തന്നെയാ അല്ലേ? എടത്തുവ പള്ളി പെരുന്നാൾ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വള്ളത്തെ മടങ്ങുമായിരുന്നു. കൂടെയുള്ളവരെല്ലാവരും ഉറങ്ങി. നല്ല നിലാവുണ്ടായിരുന്നു. പെട്ടെന്ന് എസ്തപ്പാൻ ക്ലാരിനെറ്റ് എടുത്ത് അതുവരെ കേൾക്കാത്തൊരു നട വായിക്കാൻ തുടങ്ങി. ഒരാവേശത്തിന് ഞാൻ അങ്ങ് കൂടെ പിടിച്ചു.
ഉറങ്ങിക്കൊണ്ടിരുന്ന എല്ലാവരും അങ്ങ് എണീറ്റു. ആ രാത്രി നിലാവത്ത് ഞങ്ങൾ കുറച്ചു പേരുടെ നടുവിൽ പുണ്യാളനിരിക്കുന്ന പോലൊരു തോന്നലായിരുന്നു. അത്രയും കാലത്തിനിടയ്ക്ക് അതുപോലൊരു നട ഞങ്ങൾ ആരും വായിച്ചിട്ടില്ല. ജനനവും മരണവും കഴിഞ്ഞ് എല്ലാത്തിൻ്റെ അപ്പുറം നീന്തി കയറി വന്നപ്പോഴൊരു സുഖം. സൗകര്യത്തിലൊന്നിരുന്ന് ഇതൊന്ന് തീർക്കണം ആശാനേന്ന് എസ്തപ്പാൻ എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ പറ്റിയില്ല. അതൊന്ന് മുഴുവനാക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയില്ല. ജീവിതത്തിലെല്ലാം പകുതിക്ക് വെച്ച് മുറിഞ്ഞു പോവാ. എസ്തപ്പാൻ പോയി, മോളമ്മ പോയി, ഇട്ടീരിയും കൊച്ചു തൊമ്മിയും ആൻ്റപ്പനും എല്ലാവരും പോയി. ഇനിയിപ്പോ നമ്മുടെ ബാൻഡും. കണ്ടിട്ടുണ്ട് ഞാൻ. ഇടത്ത് വൈന്നും ചമ്പക്കുളത്തുനിന്നും ചേരുകരയിന്നും ഒക്കെ കപ്പടിച്ചേച്ച് പാപ്പനും എസ്തപ്പാനാശാനും ഒക്കെ കുമരങ്കരി വന്ന് വള്ളം ഇറങ്ങുന്നത്. അതൊക്കെ ആരിപ്പോ ഓർക്കുന്നു? ആ, പാപ്പ സമാധാനിക്ക്. ഒക്കെ ശരിപ്പെടുത്താൻ പുണ്യാളിന് ആരെയും ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു.